ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലാമ്മ വിക്രമിനെ ഓർത്ത് വിഷമിക്കുന്ന കാണുമ്പോൾ വേദയ്ക്ക് ഇങ്ങനെ സങ്കടം വരികയാണ്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ കമലാമ്മനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. വികൃതിൻ്റെ മനസ്സ് ജനലും വാതിലും ഒക്കെ അടച്ചിട്ട ഒരു മുറി പോലെയാണ്, ആ ചായ്പ് മുറി പോലെയാണ് വിക്രമിൻ്റെ മനസ്സ്. ഇപ്പോൾ ഉറപ്പായിട്ടും ഞാനത് തുറക്കും. വിക്രമിനെ പഴയ വിക്രമാക്കി ഞാൻ അമ്മയുടെ മുന്നിൽ കൊണ്ട് നിർത്തി തരും. ഞാനല്ല അമ്മയ്ക്ക് വാക്ക് നൽകുന്നതെന്ന് പറയുമ്പോൾ കമലാമ്മയ്ക്ക് വേദയുടെ വാക്കുകളിലൊക്കെ ഒരു വിശ്വാസം വരികയാണ് കേട്ടോ. വേദ പറയുന്നതൊക്കെ ശരിയായിരിക്കും. ഒരു പക്ഷേ തൻ്റെ മകൻ്റെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് ദൈവം അയച്ചൊരു പെൺകുട്ടി തന്നെയായിരിക്കും വേദ എന്നൊക്കെ മനസ്സിൽ കമലാമ്മ ആലോചിക്കുകയാണ്. അമ്മ വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും വിക്രം മാറും. വിക്രത്തിൻ്റെ മനസ്സിൽ ശരിക്കും ഒരു ക്രൂരനൊന്നുമല്ല, വിക്രം ഒരു പാവം തന്നെയാണെന്നൊക്കെ അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിലേക്ക് വരുന്ന സമയത്ത് വിക്രം വേദന തന്നെ ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേദ നോക്കുന്ന സമയത്ത് വിക്രം കണ്ണെടുക്കും, പിന്നെയും വീണ്ടും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വിക്രമത്തിനെയും വേദ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ വിക്രം ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നത്, എന്താടി വേദാളം നീ എന്നെ നോക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കുന്നതെന്ന് വിക്രത്തിനോട് ചോദിക്കുമ്പോൾ വിക്രത്തിനൊന്നും അത് മറുപടി ഇല്ല കേട്ടോ. എന്നിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട്, അതെ നീ ഇപ്പോൾ തൽക്കാലം ഞങ്ങളുടെ വീട്ടിലെ ഒരു ഗസ്റ്റാണ്, തൽക്കാലത്തേക്ക് എന്നൊരു ഗസ്റ്റായിട്ട് മാത്രം നീ ഈ വീട്ടിൽ നിന്നാൽ മതി, അങ്ങനെ നിനക്ക് ഇവിടെ ഒരു സ്ഥാനമുള്ളൂ എന്നൊക്കെ പറയുകയാണേ, അല്ലാതെ എൻ്റെ ഭാര്യ എന്നുള്ളൊരു സ്ഥാനം നിനക്കില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വേദ പറഞ്ഞിട്ട്, നിങ്ങളെ വീട്ടുകാരൊക്കെ ഗസ്റ്റിനെ താലി കെട്ടിയിട്ടാണോ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? എന്താ നിങ്ങൾക്ക് ഞാൻ ചോദിച്ചതിന് മറുപടി ഇല്ലേ? ദാ നോക്ക്, വേണമെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ആ താലി അങ്ങ് പൊക്കി കാണിക്കുകയാണേ. പക്ഷെ വിക്രം ആ താലിയിലേക്കൊന്നും നോക്കുന്നില്ല, തിരിഞ്ഞു നിന്നിട്ട് പറയണേ, അതെ അത് നീ തന്നെ സൂക്ഷിച്ചോ, എനിക്ക് കാണണ്ട നിൻ്റെ ഒരു താലി, ഏത് നേരം നോക്കിയാലും ഒരു താലി പൊക്കി പിടിച്ച് കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയും. പിന്നീട് വിക്രം ചപ്പാത്തി ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വിക്രം വേദം കൂടിയിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും നാളത്തെ എപ്പിസോഡിൽ ആ ഒരു ഭാഗം കാണിച്ചിട്ടുള്ളത്. ഇതേ സമയം നമ്മുടെ രാധയുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ രാധയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ബോബിയുടെ ഗുണ്ടയുണ്ടല്ലോ, അയാളെ ഒരു പെണ്ണ് കാണാൻ എന്നുള്ള രീതിയിൽ കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ രാധയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ പറഞ്ഞിട്ട്, നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെക്കനെ സർപ്രൈസായിട്ട് നിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരും എന്നൊക്കെ പറയണം. അപ്പോൾ രാധയും അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ആരാണെന്നൊക്കെ. ഇതേ സമയം ആ ഒരു ഗുണ്ട വീട്ടിലേക്ക് വരുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ പ്രേമ അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.